ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പൊ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്, പറഞ്ഞു ബോറാക്കുന്നില്ല. അപ്പൊ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഒരു ദിവസം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ആർക്കും ഇഷ്ടമല്ല ബാലചന്ദ്രനെയും അതുപോലെ തന്നെ നെടുമ്പുരയ്ക്കൽ വീടൊക്കെ വിട്ടിട്ട് സ്റ്റാൻഡേർഡ് എടുത്തേക്ക് നമ്മുടെ അലീന പോകുന്നത് ആർക്കും ഇഷ്ടമല്ല, നമുക്കും ഇഷ്ടമല്ല. അതുപോലെ തന്നെ നമ്മുടെ ബബിതയ്ക്കോ രോഹിത്തിനോ ബാലചന്ദ്ര മേനോനോ കൃഷ്ണമോൾക്കോ ഒന്നും ഇഷ്ടമല്ല. ഏതായാലും പോയേ പറ്റൂ, അങ്ങനെയാണല്ലോ കഥ. അപ്പൊ അങ്ങനെ തന്നെ കഥ പോണമല്ലോ. അങ്ങനെ നാളെ മുഴുവൻ യാത്ര പറച്ചിലും കരച്ചിലും ബഹളവും നിലവിളിയും ഒക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീട്ടില് നടക്കാൻ പോകുന്നത്. അങ്ങനെ അലീന ബാലചന്ദ്ര മേനോൻ കൊണ്ടുവച്ച ആ ഒരു ഡ്രസ്സും അതിനോടൊപ്പം തന്നെ കൊണ്ടുവച്ച ആഭരണങ്ങളൊക്കെ ഇങ്ങനെ നോക്കി സിത്താമ്മയുടെ ഫോട്ടോയുടെ മുമ്പിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സീനാണ് നമ്മൾ ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത്. അങ്ങനെ അതെടുത്ത് നമ്മുടെ ബ്രിസിത്താമ്മയുടെ ഫോട്ടോ എടുത്ത് കെട്ടിപ്പിടിച്ച് കരയുക. ഇതിനായിരുന്നു എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് എന്റെ ബ്രിസിറ്റാമ്മേ, എന്നെ ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഞാൻ ഇവിടെ വന്ന് ഇവരെല്ലാവരെയും കണ്ട് പരിചയപ്പെട്ടത് കൊണ്ടല്ലേ പിരിയാനായിട്ട് ഇത്രയൊരു ബുദ്ധിമുട്ടും സങ്കടവും ഒക്കെ എനിക്ക് ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് വേണ്ടായിരുന്നു. എന്നെ വേറെ എവിടെയെങ്കിലും ആരുടെയെങ്കിലും വേറെ ഏതെങ്കിലും വീട്ടിലേക്ക് ജോലിക്ക് വിട്ടാൽ പോരായിരുന്നു. എന്തിനാ ബ്രിജിത്താമ്മ എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിട്ട് എല്ലാ കൂടപ്പിറപ്പിനെയും അതുപോലെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്നേഹം എനിക്ക് എൻ്റെ അച്ഛൻ തന്നു. അപ്പൊ അതൊക്കെ വിട്ടിട്ട് പോകുന്നതിന് ഒരുപാട് സങ്കടമുണ്ട്. പക്ഷെ പോകാതിരിക്കാനും പറ്റത്തില്ലാത്തൊരവസ്ഥയാണല്ലോ ബ്രിജിത്താമ്മ. ഇതിലും ഭേദം എന്നെ അങ്ങോട്ട് വിളിക്കുന്നതായിരുന്നു നല്ലത്. ഇതിലും ഭേദം എനിക്കിങ്ങനെ ഒരു ജീവിതം കിട്ടാത്തതായിരുന്നല്ലോ. ഈ നിപ്പിൽ ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ അത്രയും സന്തോഷം എനിക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയാണ് കേട്ടോ നമ്മുടെ ബ്രിജിത്താമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ. എന്ത് ചെയ്യാനാണ്. ഇതേ സമയമായിക്കോട്ടെ രോഹിത്തും ബബിതയും അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണമോളും ഓരോ റൂമിലിരുന്ന് നമ്മുടെ അലീനയെ കുറിച്ച് ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കുകയാണ്. അലീന വന്നപ്പം ആ വീട്ടിലുണ്ടായിരുന്ന മാറ്റങ്ങള്, അതുപോലെ തന്നെ ബബിതയ്ക്കുണ്ടായ മാറ്റമാണല്ലോ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത്. അപ്പൊ ബബിത തന്നെ ഒന്ന് വിലയിരുത്തി നോക്കാൻ താൻ എത്ര ദൂരം നടന്നു വന്നിരിക്കുന്നു, അന്നത്തെ ബബിതയും ഇന്നത്തെ ബബിതയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, അത്രമാത്രം വ്യത്യാസം ഉണ്ടല്ലോ എന്നൊക്കെ നമ്മുടെ ബബിത ഇരുന്ന് ചിന്തിക്കുന്നു. അതുപോലെ തന്നെ രോഹിത്തിന് ഒരുപാട് കടപ്പാടുണ്ട് നമ്മുടെ അലീനയോട്. അങ്ങനെ രോഹിത്ത് ജയിലിൽ പോയതും അതുപോലെ നമ്മുടെ അലീന രക്ഷിക്കാനായിട്ട് രേവതീനെ കാണാൻ പോയതും അതുപോലെ രേവതിയുടെ അടുത്തേക്ക് തന്നെ രേവതീനെ കാണാൻ പോയതല്ല, സോറി, ശരണ്യനെ കാണാൻ പോയതും ശരണ്യയുടെ അടുത്തേക്ക് നമ്മുടെ രോഹിത്തിനെയും കൂട്ടി ചെന്നതും അതുപോലെ തന്നെ എന്താ പറയാ കോളേജിലേക്ക് അവിടുത്തെ മാനേജർ അച്ഛനെ പോയി കണ്ടതും ഒക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ എന്തോ ഒന്ന് ബാക്കിലേക്ക് ചിന്തിച്ചിട്ട് പൊട്ടി വിതുമ്പി കരഞ്ഞു പോവുകയാണ്. പക്ഷെ അലീനയുടെ മുമ്പിൽ ഇവരാരും കരയുവേല. ബാലചന്ദ്രന് കൊടുത്ത വാക്കാണത്. അതുകൊണ്ട് തന്നെ അലീന കാണാതെ ആ റൂമിലിരുന്ന് മൂന്ന് പേരും പൊട്ടിക്കരയാണ്. ബാലചന്ദ്രനാണെങ്കിലോ കരയാൻ പറ്റുമോ, കരയാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു അവസ്ഥ. ഒരിക്കലും ബാലചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അലീന അത്രത്തോളം സേഫ് ആയിട്ടുള്ള സ്ഥലത്താണെന്ന് ബാലചന്ദ്രൻ അറിയാവുന്നത് കൊണ്ടായിരിക്കാം ബാലചന്ദ്രൻ എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി എല്ലാം വരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നേരിടാന്നുള്ള രീതിയിൽ തന്നെ ഇരിക്കുകയാണ്. ഏതായാലും ഈ സമയത്ത് ബാലചന്ദ്രൻ മക്കളെ എല്ലാരെയും വിളിച്ചിട്ട് അവൾ എന്തി അലീന എന്തിയെന്ന് ചോദിച്ചു. പറഞ്ഞു ചേച്ചി റൂമിലുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്തു പറ്റി, അവളുടെ കോഫി കണ്ടില്ല, അങ്ങനെ ചായ കിട്ടിയില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആയില്ല എന്ന് ചോദിച്ചപ്പം ഇന്ന് ഞങ്ങൾ തന്നെ അങ്ങോട്ട് പണിയാന്ന് തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളോ? അതെ, നാളെ മുതൽ ഞങ്ങൾ തന്നെയാണല്ലോ ഇതൊക്കെ ചെയ്യാനുള്ളത് അച്ഛാ. അതുകൊണ്ട് അലീന ചേച്ചി നിന്ന് കൂട്ടിയില്ല. അലീന ചേച്ചി പോവല്ലേ, പോകുന്നവരൊക്കെ അങ്ങ് പോട്ടെ, ഞങ്ങൾക്ക് അലീന ചേച്ചി ഇല്ലാതെ ജീവിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ കൃഷ്ണമോളും ഒക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് എന്താ പറ്റിയത് നിങ്ങൾക്ക് മക്കളെ, എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ എന്താ പ്രശ്നം എന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല, എന്താ പ്രശ്നം എന്ന് അച്ഛൻ അറിയാലോ, ഇതെല്ലാം അച്ഛൻ കാരണമാണ്, അച്ഛനല്ലേ ഇപ്പൊ അങ്ങനെ ഒരു സ്ഥലവും ഒരു വീടൊക്കെ കണ്ടെത്തി കൊടുത്തത്. ഇതിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അലീന ചേച്ചിക്ക് കുറച്ച് ദിവസം കൂടെ നമുക്ക് ഇവിടെ പിടിച്ചു നിർത്തത്തില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോ എത്ര ദിവസം നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും മക്കളെ? ഒരു പരിധി കൂടുതൽ അവളെ ഞാൻ എങ്ങനെ ഇവിടെ പിടിച്ചു നിർത്താനാ? അവക്ക് പോണെന്ന് പറഞ്ഞാൽ അവളെ വിടാനല്ലേ നമുക്ക് പറ്റത്തുള്ളൂ. അവള് പ്രായപൂർത്തിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പൊ അവക്ക് പോണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വിടുവല്ലേ? വേറൊരു മാർഗം ഉണ്ടോ നമുക്ക്? ഇന്നല്ലെങ്കിൽ നാളെ അവള് പോകാനുള്ളതല്ലേ. അലീന പറഞ്ഞതുപോലെ തന്നെ നിങ്ങളൊക്കെ ഇങ്ങനെ ഓരോ വഴിക്ക് പോകാനുള്ളതല്ലേ, നിങ്ങൾ കല്യാണം കഴിഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക് പോകാനുള്ളതല്ലേ. അപ്പൊ പിന്നെ എന്തിനാ മക്കളെ അവള് പോട്ടെ, അവള് പോകുന്നത് അത്രയ്ക്കും സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് തന്നെയാണ്, അത് മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അലീന ചേച്ചി ഇങ്ങോട്ട് വരുമോ? അതെന്താ അലീന ചേച്ചി വരാത്തത്? ഇനി അലീന ഇങ്ങോട്ടേക്ക് വരും, നമ്മൾ അലീനയെ കാണും, അലീനയെ ഫോൺ വിളിക്കും, അതൊക്കെ നമ്മൾ ചെയ്യുന്നു പറയാം.
ഏതായാലും നമ്മുടെ അലീനെ ഈ സമയത്ത് വന്നു കേട്ടോ. അപ്പൊ അലീന ഈ സമയത്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, അതെ പോകണം, ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല അലീന എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ആ ഇറങ്ങാം അച്ഛാ, അതിനിപ്പോ എന്താ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിനക്ക് തന്ന ആ ഡ്രസ്സും ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് വേണം നീ എന്റെ കൂടെ വരാനായിട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എന്താ അച്ഛാ ഈ പറയുന്നത്, ഞാൻ പോകുന്നത് ഒരു സെർവന്റ് ആയിട്ട് ഒരു വീട്ടിലേക്കല്ലേ ഞാൻ പോകുന്നത്, അപ്പൊ ഈ ആഭരണങ്ങളും അതുപോലെ ഈ സാരിയൊക്കെ ഉടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പം, ഞാൻ മേടിച്ചുകൊണ്ട് വന്നത് ഇട്ടുകൊണ്ട് നീ എന്റെ കൂടെ വന്നാൽ മതി, ആ സാരിയും ആ ആഭരണങ്ങളൊക്കെ ഇട്ട് തന്നെ നീ വരണം. ഒരു കാര്യം ചെയ്യ്, ബബിതയും കൃഷ്ണമോളും കൂടെ ചെന്ന് അവളെ ഒരുക്കാൻ നോക്ക്, കാപ്പിയൊക്കെ റെഡി ആയില്ലേ എന്ന് ചോദിച്ചപ്പോ കാപ്പിയൊക്കെ റെഡി ആയതാന്ന് പറഞ്ഞു. എന്നാ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, എല്ലാവർക്കും ഒരുമിച്ചിരുന്നെന്ന് പറഞ്ഞ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അവസാനത്തെ സപ്പർ എന്ന് പറയുന്നത് പോലെയാന്ന് തോന്നുന്നു, ഇപ്പൊ അവസാനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയി പോയി. ആ ഒരു ഫീലിങ്സ് ഒക്കെയാണ് നമ്മുടെ കൃഷ്ണമോളുടെയും ബബിതയുടെ ഒക്കെ മനസ്സിലും കണ്ണിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അവർ കരയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് അലീനയെ കരയിപ്പിച്ചിട്ട് വിടാൻ പാടില്ലെന്ന്, അതുകൊണ്ട് കരയുന്നില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ അലീനയ്ക്ക് ബബിതയും കൃഷ്ണമോളും രോഹിത്തും കൂടി വിളമ്പി കൊടുക്കുകയാണ്. ഇവരെല്ലാവരും കൂടെ വിളമ്പി കൊടുക്കുക. കണ്ണ് നിറഞ്ഞുകൊണ്ടല്ലാതെ നമുക്ക് ഈ ഒരു കാഴ്ചയൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. കാരണം നാളെ മുഴുവൻ നമ്മളും കരയും. ഇപ്പം ബബിതയും കൃഷ്ണമോളും രോഹിത്തും ബാലചന്ദ്രനും ഒന്നും കരഞ്ഞില്ലെങ്കിലും അലീനും ഒന്നും കരഞ്ഞില്ലെങ്കിലും പ്രേക്ഷകരായ നീയല്ല, സോറി, നിങ്ങളും ഞാനും ഒക്കെ കരഞ്ഞു. അപ്പൊ അതുപോലെയുള്ള കുറച്ച് ഇമോഷണൽ സീൻസ് ഒക്കെ ആട്ടോ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം എന്നാ പിന്നെ പോയി എന്താ വേണ്ടത്, ഡ്രസ്സൊക്കെ മാറി ചേഞ്ച് ചെയ്തിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഓർണമെന്റ്സ് ഒക്കെ ധരിച്ചിട്ട് വരാൻ പറഞ്ഞു. ഏതായാലും ഇതിന് മുമ്പായിട്ട് നമ്മുടെ അലീനയ്ക്ക് അലീന യാത്ര പറഞ്ഞല്ലോ എല്ലാവരോടും. അപ്പൊ അലീന എല്ലാവർക്കും ഓരോ ഗിഫ്റ്റ് കൊടുത്തല്ലോ. അങ്ങനെ നമ്മുടെ അലീനയ്ക്ക് ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ കൃഷ്ണയും രോഹിത്തും അതുപോലെ തന്നെ നമ്മുടെ ബബിതയും കൊടുക്കുന്നുണ്ട്. അങ്ങനെ രോഹിത്ത് ഒരു ചെറിയൊരു ഫോൺ അങ്ങാണ്ടാന്ന് തോന്നുന്നു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ നോവലിനെ ബേസ് ചെയ്താണ് പറയുന്നത്, നാളെ വരുമ്പോ ഇതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ. ഒരു ഫോണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബബിതയും കൃഷ്ണമോളും എന്തോ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കറക്റ്റ് എന്താണ് കൊടുക്കുന്നതെന്നൊന്നും പറയുന്നില്ല, കാരണം ചിലപ്പോൾ നമ്മുടെ നോവലിനെ പോലെ എല്ലാവർക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണുമല്ലോ. അപ്പൊ അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ അലീനയെ ഒരുക്കാനായിട്ട് റൂമിനകത്തേക്ക് കയറുകയാണ്. അങ്ങനെ അലീന സാരിയൊക്കെ ഉടുത്ത് സുന്ദരിയായിട്ട് നിപ്പുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ കൃഷ്ണമോളും ബബിതയും ചേർന്ന് മാലയും വളയും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് സുന്ദരി അലീന ചേച്ചിനെ കാണാനായിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഒരുങ്ങാതെ നടന്നു കഴിഞ്ഞപ്പോഴും സുന്ദരിയായിരുന്നു, ഇപ്പൊ അതിലും വലിയ സുന്ദരി ആയിട്ടുണ്ട്. സത്യം പറയാലോ, ഇപ്പം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണപ്പെട്ടിന്റെ ലുക്കൊക്കെ ഉണ്ട് നമ്മുടെ കൃഷ്ണമോള് പറയുന്നുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് ചെറിയൊരു തമാശയൊക്കെ പറഞ്ഞ് സ്വന്തം മനസ്സിനെ സമാധാനിപ്പിക്കുന്ന പോലെ ബബിതയും കൃഷ്ണയും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അലീനയോട് ചോദിക്കുന്നുണ്ട് ബബിത, അല്ല പോയി കഴിഞ്ഞാൽ ഇനിയിപ്പൊ വിളിക്കുമായിരിക്കുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, പോയി കഴിഞ്ഞാൽ പിന്നെ വിളിക്കില്ലേ വേണ്ടേ, അല്ല ഞാൻ പോകുന്നത് എങ്ങോട്ടാ, ഞാന് കാരാഗ്രഹത്തിലേക്കോ അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോയി പൂട്ടിയിടാനൊന്നും അല്ലല്ലോ പോകുന്നത്. എനിക്ക് ഫോൺ ഉള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ എനിക്ക് കൈയും കാലും ഒക്കെ ഉള്ളിടത്തോളം കാലം നിങ്ങളുമായിട്ടുള്ള ബന്ധമൊന്നും ആർക്കും മുറിച്ചു മാറ്റാനൊന്നും കഴിയത്തില്ല. ഞാൻ വരിക തന്നെ ചെയ്യും. പിന്നെ എപ്പോഴും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അച്ഛനെയും അമ്മയും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി മക്കളെ നിങ്ങൾ ശ്രമിക്കണം. ഒരിക്കലും അവർ തമ്മിൽ ഒരു വഴക്കുണ്ടാകാൻ വേണ്ടി ശ്രമിക്കരുത്. അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കണം. കൃഷ്ണമോളും ബബിതയും അതേ ഏറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തോണം. അതുപോലെ തന്നെ എപ്പോഴും രോഹിത്തിന്റെ റൂമിലേക്ക് ഒരു ശ്രദ്ധ വേണം ബബിതെ, അത് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നിന്റെ പണ്ടത്തെ പോലത്തെ ഫോൺ വിളിയും കാര്യങ്ങളൊന്നും ഉണ്ടാകരുത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, എന്നോട് കൂടുതൽ പറയുകയൊന്നും വേണ്ട, സംസാരിക്കുകയൊന്നും വേണ്ട, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, പിന്നെ എന്നെ ഇപ്പൊ പറഞ്ഞു പഠിപ്പിക്കണ എന്നാത്തിനാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ദേഷ്യപ്പെട്ട്. ബബിത അങ്ങനെയാണല്ലോ. ഏതായാലും ഒരു സമയത്ത് നമ്മുടെ കൃഷ്ണമോളും ബബിതയും അലീനയെ ഒരുക്കി ഇങ്ങനെ കൊണ്ടുവരുന്നു. ബാലചന്ദ്രൻ ഇത് കണ്ടിട്ട് ബാലചന്ദ്രനും ഒരുപാട് സന്തോഷവും സങ്കടവും ഒക്കെ തോന്നുകയാണ്. അങ്ങനെ എല്ലാവരോടും യാത്ര പറയാനായിട്ട് അലീന നിൽക്കുന്നു. അങ്ങനെ നമ്മുടെ ബബിതയാണെങ്കിൽ റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്നില്ല കേട്ടോ. ബബിതയ്ക്ക് റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ പറ്റണില്ല, അത്രമാത്രം സങ്കടം നമ്മുടെ ബബിതയ്ക്ക്. അപ്പം ബബിതേനെ പോയി വിളിച്ചോണ്ട് വായെന്ന് ഇങ്ങനെ ബാലചന്ദ്രൻ പറഞ്ഞു. പോകാം അലീന, നമുക്ക് ഇറങ്ങാം, എന്നാ പിന്നെ പോയേക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇതിനിടയിൽ മനുശങ്കറിനെ അങ്ങോട്ട് നമ്മുടെ അലീന ഫോൺ ചെയ്യുന്നുണ്ട്, പോവാണ് എന്ന് പറയുന്നുണ്ട്. അവിടെ ചെന്നിട്ട് വിളിക്കാം, എങ്ങോട്ടാണെന്ന് നിന്നോട് അങ്കിള് പറഞ്ഞോന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഇല്ല എന്നോട് പറഞ്ഞിട്ടില്ല, അച്ഛൻ പറഞ്ഞിട്ടില്ല. എങ്ങോട്ടാണെങ്കിലും മനുവേട്ടനെ അറിയാലോ, എന്റെ അച്ഛനാണല്ലോ എന്നെ കൊണ്ടുപോകുന്നത്, സേഫ് തന്നെ ആയിരിക്കും മനുവേട്ട,
ഞാൻ അവിടെ ചെന്നിട്ട് വിളിക്കാതെ ഒന്നും ഇരിക്കത്തില്ല, ഞാൻ വിളിക്കുന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു മിസ്സിംഗ് ഉണ്ട് അലീന. എനിക്ക് എന്തോ നീ ദൂരേക്ക് അകന്നു മാറി പോകുന്ന പോലെ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടാവുകയാണ്. എന്തോ എന്നിൽ നിന്ന് എന്തോ ഒരു അവയവം നഷ്ടപ്പെട്ടതുപോലെയാണ് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മനു ഇങ്ങനെ അലീനയോട് പറയാണ് കേട്ടോ. ഏതായാലും യാത്രയൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അലീന ആ വീട്ടിൽ നിന്നും പടിയിറങ്ങുകയാണ്. അങ്ങനെ ബാലചന്ദ്ര മേനോൻ പറയുന്നുണ്ട്, കൃഷ്ണമോളെ നീ ചെന്ന് ബബിതേനെ കൂട്ടിക്കൊണ്ടുവാ, ബബിത വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ബബിതേനെ കൂട്ടാനായിട്ട് കൃഷ്ണമോളും രോഹിത്തും കൂടെയാണ് ചെല്ലുന്നത്. റൂമിലേക്ക് ചെന്നിട്ട് അലീന ചേച്ചി പോവുക, ബബിതേച്ചി ബാ ഇറങ്ങി ബാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനൊന്നും വരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ ബാലചന്ദ്രൻ നല്ലോ രോഹിത് പറഞ്ഞു, എന്താ ആടി ഇങ്ങോട്ട് ഇറങ്ങി വാടി, ചേച്ചി പോവുമല്ലേ, അവസാനമായിട്ട് ഈ യാത്ര അയക്കണ്ടേന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് ആരെയും കാണണ്ടെന്നല്ലേ പറഞ്ഞു. ആരെങ്കിലും പോട്ടെ, ആരെങ്കിലും വരും ആരെങ്കിലും പോകും, അതിനിപ്പോ എന്താ അതിനിപ്പോ എന്താ ഇത്ര കുഴപ്പമിരിക്കുന്നത്? അങ്ങനെയാ ജീവിതത്തിൽ, ആരെങ്കിലും വരും ആരെങ്കിലും പോകും. അതിനിപ്പം അതൊന്നും ഓർത്ത് സങ്കടപ്പെടാനും വിഷമിച്ചിരിക്കാനും എന്നെ കൊണ്ട് പറ്റത്തില്ല, യാത്ര അയക്കാനും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെ മാറ്റി അങ്ങോട്ട് വിട്ടിട്ട് അങ്ങോട്ട് പൊട്ടിക്കരയുമാണ് ബബിത നിന്ന്. സഹിക്കാനാകാതെ പൊട്ടിക്കരച്ചിലാണ് കേട്ടോ, സഹിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. അങ്ങനെ നമ്മുടെ കൃഷ്ണമോള് പുറത്തിറങ്ങി ചെന്നപ്പോഴത്തേക്കും ബാലചന്ദ്രൻ ചോദിച്ചു, അല്ല ബബിത എന്തി, ബബിതീനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ ബബിതേച്ചി വരുന്നില്ലെന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അലീന ചോദിച്ചു, അതെന്താ അവള് വരാത്തത്? വേറെ ഒന്നും അല്ല അലീന ചേച്ചി വരാത്തതിന്റെ കാര്യമേ ചേച്ചിക്ക് കരയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ദേ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുക, ഇതൊന്നും അലീന ചേച്ചിക്ക് കാണണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറഞ്ഞു, അതൊന്നും സാരമില്ല അലീനെ, എന്നാ പിന്നെ സമയം പോയി നീ ഇറങ്ങാൻ പറയുവാണ്. അങ്ങനെ യാത്രയൊക്കെ അയച്ച് നമ്മുടെ കൃഷ്ണമോളെ കെട്ടിപ്പിടിച്ച് നെറുകയിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്ത്, അതുപോലെ തന്നെ നമ്മുടെ രോഹിത്തിനോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ അലീന ആ ഒരു പടി ഇറങ്ങിയിട്ട് ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ വീടൊക്കെ നോക്കിയിട്ട് പതുക്കെ കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ കയറി, ഒത്തിരി പെട്ടി സാധനങ്ങളൊന്നുമില്ല, കുറച്ച് പെട്ടി സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ അലീനയുടെ. അങ്ങനെ എടുത്ത് ബാഗിനകത്തല്ല ഡിക്കിക്കകത്തൊക്കെ വെച്ചതിന് ശേഷം എല്ലാവരോടും ഒരു ടാറ്റയൊക്കെ പറഞ്ഞ് കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ അലീന നെടുംപുരയ്ക്കൽ വീട്ടിൽ നിന്നും യാത്രയാവുകയാണ്. ഇനിയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ കഥ ആരംഭിക്കാൻ പോകുന്നത്. ഇനിയാണ് നമ്മുടെ മഴ തോരും മുമ്പേ എന്ന ഈ ഒരു കഥ ആരംഭിക്കാൻ പോകുന്നത്. ഇനിയാണ് നമ്മുടെ അലീനയുടെ ജീവിതം മാറി മറിയാൻ പോകുന്നത്. നമുക്കിപ്പം സ്റ്റാൻലിയോടെ ഒരു ദേഷ്യവും വെറുപ്പും വിദ്വേഷവും ഒക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും. എല്ലാവർക്കും ബാലചന്ദ്രനെയാണ് ഇഷ്ടം, എല്ലാവരും ബാലചന്ദ്രന്റെ മകളായിട്ട് അലീന നിൽക്കുന്നതാണൊക്കെ ഇഷ്ടം. ഈ ചെല്ലുന്ന ഇടയ്ക്കും, അതായത് നമ്മുടെ അലീനയെ സ്വീകരിക്കാൻ വേണ്ടി ഈ പറയുന്ന സ്റ്റാൻലി ഒരുക്കി വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോവും. അലീന ഒരു നിലത്ത് ഒരു പാവിരിച്ച് കിടന്ന അലീനയ്ക്ക് സപ്രപഞ്ചക്കട്ടിൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ ഒരു 1.5 കട്ടിലാണ് പണിത് വെച്ചിരിക്കുന്നത്. അതുപോലെ ആ റൂമും നമ്മുടെ അലീനയ്ക്ക് കൊടുക്കാൻ പോകുന്ന സുഖ സൗകര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞെട്ടിപ്പോകും. പക്ഷെ എത്ര സുഖ സൗകര്യം കിട്ടിയാലും അലീനയ്ക്ക് ബാലചന്ദ്രൻ കൊടുത്തൊരു സ്നേഹമുണ്ട്, ബാലചന്ദ്രൻ കൊടുത്തൊരു പരിഗണനയുണ്ട്. അതുപോലെ ബബിതയും രോഹിത്തും കൃഷ്ണയും മനുവും ഒക്കെ കൊടുത്ത ആ ഒരു സ്ഥാനവും പരിഗണനയും അത് വേറെ എവിടെ ചെന്നാലും നമ്മുടെ അലീനയ്ക്ക് അത് മറക്കാനായിട്ട് പറ്റുകയില്ല. അതാ പറഞ്ഞത്, ഇനിയിപ്പോ പൊന്നുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി നമ്മുടെ സ്റ്റാൻഡിൽ വെച്ചു കൊടുത്തെന്ന് പറഞ്ഞാലും ഒരിക്കലും അലീനയ്ക്ക് നെടുമ്പുരയ്ക്കൽ വീട് വിട്ട്, ആ മനസ്സ് വിട്ട്, അച്ഛൻ എന്ന പറയുന്ന നമ്മുടെ ബാലചന്ദ്രനെ വിട്ട് ഇറങ്ങി പോകാനൊന്നും സാധിക്കില്ല കേട്ടോ. അതേ നമ്മുടെ അലീന തിന്ന ചോറിനോട് കൂറ് കാണിക്കുന്നവള് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ അലീനയ്ക്ക് ആ ഒരു മനസ്സാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ അങ്ങോട്ടേക്ക് പോകുന്ന ഓരോരോ എപ്പിസോഡും മിസ് ചെയ്ത് കളയാതെ കാണണം കേട്ടോ. ഈ പറയുന്ന നമ്മുടെ സ്റ്റാൻലി അത്രയ്ക്ക് ദുഷ്ടനോ ക്രൂരനോ ഒന്നും അല്ല, പക്ഷെ ആദ്യമൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു പരുക്ക സ്വഭാവമാണ്. അലീനയോട് പോലും വലിയ ദയോ ദാക്ഷിണ്യോ ഇല്ല. നമ്മുടെ അലീനയെ നേരെ ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകല്ല വേലക്കാരിയാണെന്നും പറഞ്ഞുകൊണ്ട് അലീനയോടെല്ലാം പറയും, തന്റെ അച്ഛൻ സ്റ്റാൻലിയുടെ അടുത്തേക്കാണ് പോകാൻ പോകുന്നത്, നിനക്ക് ജന്മം നൽകിയ നിന്റെ അച്ഛൻ്റെ അടുത്തേക്കാണ് നീ പോകാൻ പോകുന്നത്, അവിടെയാണ് നീ ഇനി താമസിക്കാൻ പോകുന്നത് എന്നെല്ലാം പറഞ്ഞിട്ടാണ് നമ്മുടെ ബാലചന്ദ്രൻ അലീനയെ കൂട്ടിക്കൊണ്ട് സ്റ്റാൻലിയുടെ അടുത്താക്കുന്നത് കേട്ടോ. ഒന്നും പറയാതെ ഒന്നും അല്ല കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് തന്നെ കാണുക. കിഡിലൻ എപ്പിസോഡാണ് നാളെ രാവിലെ ഫുൾ വിശേഷം വിത്ത് ഡയലോഗ് സഹിതം നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ അപ്കമിങ് വിശേഷം എന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം റിയൽ സ്റ്റോറി ന്യൂ എന്ന് പറയുന്ന ഒരു ചാനലിനകത്താണ്. പോസ്റ്റിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർ മാത്രം പോസ്റ്റിൽ ഒന്ന് കയറി നോക്കിയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അപ്കമിങ് വിശേഷം എന്ന് പറഞ്ഞ് ഞാൻ തംബ്ലൈൻ സഹിതം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇഷ്ടമുള്ളവരാണെങ്കിൽ, കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം ഒന്ന് പോയി കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ആ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ. ജിൽജിൽ ചിന്നുവിനകത്ത് നമ്മൾ ഇപ്പോഴും സച്ചിയുടെയും രേവതിയുടെയും കഥ ഇടുന്നുണ്ട്. അപ്പം
മിക്കവരും ഇപ്പം കാണുന്നില്ല, വ്യൂസ് ഒക്കെ കുറവാണ്. എന്താണെന്ന് അറിയത്തില്ല. പൊതുവേ നമ്മുടെ യൂട്യൂബിന് ഒരു മന്ദഗതി തന്നെയാണ്. എന്താണോ എന്തോ എന്നറിയത്തില്ല കേട്ടോ. ഏതായാലും പഴയതുപോലെയൊക്കെ ആവട്ടെ. ഇപ്പം കുറെ വ്യൂസ് ഒക്കെ കുറഞ്ഞിട്ടാണ് നമുക്കിപ്പോ ചാനൽ കയറി പോകുന്നത്. അപ്പൊ എല്ലാവരും പരമാവധി മാക്സിമം നമ്മുടെ വീഡിയോ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കണം, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ.